اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في القرآن الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. جنات عدن التي وعد الرحمن عباده بالغيب إنه كان وعده مأتيا. لا يسمعون فيها لغوا إلا سلاما ولهم رزقهم فيها بكرة وعشيا. تلك الجنة التي نورث من عبادنا من كان تقيا. ആദരണീയരായ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലെയും യഥാവിധി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഒരു സൂഫി കഥയുണ്ട്. അന്ധനായ ഒരു മനുഷ്യന്റെ അടുത്ത് അദ്ദേഹത്തിന് മടങ്ങിപ്പോകാനും വേണ്ടി ഇതിലൂടെ മടങ്ങിപ്പോകാനും വേണ്ടി കൂട്ടുകാരൻ ഒരു വിളക്ക് കത്തിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് അന്ധനായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് കണ്ണു കാണില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വിളക്ക്? അപ്പൊ നിനക്ക് കണ്ണു കാണില്ലെങ്കിൽ കൂടി നിന്റെ എതിരെ വരുന്ന ആളുകൾക്ക് നിന്നെ കാണാനും അങ്ങനെ നിന്നെ തട്ടിത്തടയാതിരിക്കുവാനും അതിനു വേണ്ടിയാണ് ഞാൻ ഈ വിളക്ക് നൽകിയതെന്ന്. അങ്ങനെ ഈ അന്ധനായ മനുഷ്യൻ കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം മറ്റൊരാൾ എതിരെ വരുന്ന വേറൊരാൾ അദ്ദേഹത്തെ കൂട്ടിമുട്ടുകയാണ്. ആ സമയത്ത് ഈ അന്ധനായ മനുഷ്യൻ ചോദിക്കും, അല്ല, എനിക്ക് കണ്ണ് കാണില്ല, നിങ്ങൾക്ക് കണ്ണ് കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഒരു വിളക്ക് എന്റെ കൂടെ കരുതിയത്, എന്നിട്ടും നിങ്ങൾ എന്താണ് ഈ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എതിരെ വന്ന മനുഷ്യൻ അദ്ദേഹത്തിനോട് പറയാണ്, അതിന് നിങ്ങളെ കയ്യിലുള്ള വിളക്ക് അണഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയില്ല. പലപ്പോഴും മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ പല പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു കഥയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കേൾപ്പിച്ചത്. അഥവാ അല്ലാഹു തആല നമുക്ക് എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ജീവിതത്തിൽ വിജയിക്കാൻ നാം എന്തൊക്കെ ചെയ്യണമെന്നും അതിനുള്ള വിളക്ക്, വെളിച്ചം അല്ലെങ്കിൽ കണ്ണ്, അത് കാണാനുള്ള കണ്ണ് ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പലപ്പോഴും അന്ധമായ അവസ്ഥയാണ് നമുക്കുള്ളത്. എന്നാൽ ഇനി മുന്നോട്ട് പോകുന്നതിൽ നമുക്ക് കൂട്ടായ വിളക്ക് പോലും അണഞ്ഞത് അറിയാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അഥവാ ഇന്ന് പല ആളുകളും, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ പല ആളുകളും പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് കൗൺസിലേഴ്സിന്റെ അടുത്തേക്കും അതുപോലെ തന്നെ പല ആളുകളുടെ അടുത്തേക്കും പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടവരാണ് അധിക ആളുകളും. എന്താണ് അതിനുള്ള പരിഹാരം എന്ന്, സൊല്യൂഷൻ എന്ന്
വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വിസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തേടേണ്ട അല്ലെങ്കിൽ അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട പരിഹാരങ്ങൾ പലപ്പോഴും അതറിയാതെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇന്ന് മുസ്ലിങ്ങളുടേത്. ഇത് വിശുദ്ധ ഖുർആന്റെ കാര്യമായാലും അതുപോലെ തന്നെ അല്ലാഹു തആല ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടി നമ്മളോട് മുതൽക്കൂട്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ആരാധനാ കർമ്മങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതിന്റെയൊക്കെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. വിശുദ്ധ ഖുർആനുമായി നമ്മുടെ ബന്ധത്തെ കുറിച്ച് മുമ്പ് ഒരു ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് നിങ്ങളോട് മുമ്പിൽ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വിജയിക്കാൻ അനിവാര്യമായ, അതിലപ്പുറം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ നിർബന്ധമായും അവൻ പരിഗണിക്കേണ്ട അല്ലെങ്കിൽ കൊണ്ടു നടക്കേണ്ട 5 നേരത്തെ നമസ്കാരത്തെ കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളും വിശുദ്ധ ഖുർആനും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് ഒരുപാട് ഖുർആൻ വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ ഖുർആനിൽ ഏകദേശം 99 തവണ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും തവണ നമസ്കാരം സ്ഥിരമായിട്ട് നിലനിർത്തുന്നതിനെ കുറിച്ചും അതുവഴി സ്വർഗം നേടുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ സോബറിന്റെ കൂടെയുമാണ് എന്ന വേർഡ് ഖുർആനിൽ കൂടുതലായി ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ നിരവധി നബിവചനങ്ങളിലൂടെ നമസ്കാരത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു തന്റെ ദാസന്മാർക്ക് 5 നമസ്കാരങ്ങൾ നിർബന്ധമാക്കിയിരിക്കുന്നു. ആ ബാധ്യത നിസ്സാരമാക്കി തള്ളാതെയും അവയിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടുത്താതെയും നിർവഹിച്ചവരെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന ബാധ്യത അല്ലാഹുവിന്റേതാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി സ്വഹാബികളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരുടെയെങ്കിലും വീടിന്റെ മുമ്പിലൂടെ ഒരു നദി ഒഴുകുകയും നിങ്ങൾ 5 നേരം ഓരോ ദിവസവും അതിൽ നിന്ന് കുളിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ എന്ന് സ്വഹാബികൾ പറയുന്നുണ്ട്, ഇല്ല. എങ്കിൽ അതുപോലെയാണ് വെള്ളം അഴുക്ക് നിൽക്കുന്നത് പോലെ 5 നേരത്തെ നമസ്കാരങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഓരോ നമസ്കാരവും അവർക്കിടയിൽ ചെയ്യുന്ന ചെറിയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇശാ നമസ്കാരത്തിനും സുബ്ഹ് നമസ്കാരത്തിനും പങ്കെടുക്കലാണ് നാമും കപട വിശ്വാസികളും തമ്മിലുള്ള അന്തരം. അവർക്ക് അതിന് കഴിയില്ല എന്നാണ്. അഥവാ മറ്റുള്ളവർ കാണാത്ത നേരത്ത് കപട വിശ്വാസികൾ നമസ്കരിക്കുകയില്ല. കാരണം അവർ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. അതുകൊണ്ട് രാത്രിയിലുള്ള നമസ്കാരങ്ങളായ ഇശാ നമസ്കാരത്തിനും സുബ്ഹ് നമസ്കാരത്തിനും കപട വിശ്വാസികൾ കാണില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ നമസ്കാരം ഉപേക്ഷിച്ച് മരണപ്പെടുന്ന ആളുടെ മറ്റ് സുഹൃത്തുക്കളൊന്നും നന്മകളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഖുർആനിൽ അദ്ദേഹം അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുന്നത്, നമസ്കാരം നമ്മുടെ ദീനിന്റെ തൂണാണ്. ആര് അത് ഉപേക്ഷിക്കുന്നുവോ അവൻ ദീനിനെ തന്നെ തകർത്തവനാണ് എന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ അയ്യുൽ അഅ്മാലി അഹ്സൻ, ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം ഏതാണ് എന്ന് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകുന്ന മറുപടി അസ്സലാത്തു അലാ വഖതിഹാ എന്നാണ്. സമയത്തുള്ള നമസ്കാരം. നമസ്കരിച്ചാൽ മാത്രം പോരാ, ഓരോന്നും അതിന്റെ സമയത്ത് നമസ്കരിക്കുക. അങ്ങനെ നമസ്കാരം അതിന്റെ സമയത്ത് നമസ്കരിക്കുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്, ഒരാൾ ബോധപൂർവം നമസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ കാഫിറായി എന്നാണ്. അഥവാ ഒരു കാഫിറിനും മുസ്ലിമിനും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നന്നായി വുളു ചെയ്ത് നമസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്ന സമയം മുതൽ അയാൾ നമസ്കാരത്തിലാണ്.
മാത്രമല്ല പള്ളിയിലേക്ക് അയാൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും അദ്ദേഹത്തിന്റെ പദവികൾ ഉയരുകയും അയാൾ താഴെ വെക്കുന്ന ഓരോ സ്റ്റെപ്പിനനുസരിച്ച് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും വീഴ്ത്തപ്പെടുകയും ചെയ്യുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇഖാമത്ത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ താമസിക്കരുത്. കാരണം ഏറ്റവും അകലെ വീടുള്ളവനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, അതെന്താ പ്രവാചകരെ അങ്ങനെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നൽകുന്ന മറുപടി കാൽവെപ്പുകളുടെ ആധിക്യം കൊണ്ട് തന്നെ, അഥവാ അദ്ദേഹത്തിന് പള്ളിയിലെത്താൻ എത്രത്തോളം സ്റ്റെപ്പുകൾ വെക്കേണ്ടതുണ്ടോ ആ സ്റ്റെപ്പുകളുടെ ആധിക്യമാണ്, വർധനവാണ് അയാൾക്ക് അത്രത്തോളം പുണ്യം കിട്ടാൻ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ അന്ത്യനാളിൽ ഓരോ വിശ്വാസിയെയും ഓരോ മനുഷ്യനെയും ആദ്യം വിചാരണ ചെയ്യുന്നത് നമസ്കാരമാണ്. അത് സമ്പൂർണമായാൽ അയാളുടെ മറ്റുള്ള അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുമെന്നാണ്. എന്നാൽ ഒരാളുടെ നമസ്കാരം അപൂർണമാണ് എങ്കിൽ, അത് വേണ്ട പോലെ അയാൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ, സമയത്ത് നമസ്കരിച്ചിട്ടില്ല എങ്കിൽ, നമസ്കരിക്കുന്ന നമസ്കാരം ശരിയായിട്ടില്ല എങ്കിൽ അതും മറ്റ് അനുഷ്ഠാനങ്ങളും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഏറ്റവും അടുത്ത സഹചാരിയായ അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നുണ്ട്, അല്ലയോ അബൂ ഹുറൈറ, താങ്കളുടെ കുടുംബത്തോട് നമസ്കാരം അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുക. താങ്കൾ വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു താങ്കൾക്ക് വിഭവങ്ങൾ നൽകുമെന്നാണ്. ഒരാൾ കൃത്യമായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കുകയും അയാൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അല്ലാഹു അയാൾക്ക് വിഭവങ്ങൾ നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോട് പഠിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് അറിയാവുന്ന നമസ്കാരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ സാക്ഷാൽ പ്രശ്നം എന്താണെന്നോ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്നും അതിനോടുള്ള നമ്മുടെ സമീപനം എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം ഹദീസുകളും ഖുർആനായത്തുകളും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിവരിച്ചത്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനോടും പലപ്പോഴും നമസ്കാരത്തോടും എങ്ങനെയാണോ ഒരു മനുഷ്യൻ ഇടപെടേണ്ടത്, അല്ലെങ്കിൽ ഒരു വിശ്വാസി അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, ആ രീതിയിൽ ഇന്ന് കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏറ്റവും നീചനായ അല്ലെങ്കിൽ മോശപ്പെട്ട കള്ളൻ, മോഷണക്കാരൻ എന്ന് പറയുന്നത് നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവരാണ്. അപ്പൊ സ്വഹാബികള് അത് ചോദിക്കുന്നത് എങ്ങനെയാണ് നമസ്കാരത്തിൽ ഒരാൾ മോഷ്ടിക്കുക? അപ്പോ റുക്കൂ വേണ്ട രീതിയിൽ ചെയ്യാതിരിക്കുക, സുജൂദ് അതിന്റെ വിധത്തിൽ ചെയ്യാതിരിക്കുക, അഥവാ നമസ്കാരത്തിൽ കൊടുക്കേണ്ട ഹക്കുകള് കൊടുക്കാതെ പെട്ടെന്ന് ആർത്തിയോ വേണ്ടി നമസ്കരിച്ചു തീർക്കുക, ഈ രീതിയിൽ നമസ്കരിക്കുന്നവരാണ് ഏറ്റവും മോശപ്പെട്ട കള്ളൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്റെ സമുദായത്തിലെ 2 പേർ നമസ്കാരത്തിനായി നിൽക്കുന്നു. 2 പേരുടെയും റുക്കുവും സുജൂദും ഒക്കെ ഒരുപോലെയാണ്. പക്ഷേ അവരുടെ നമസ്കാരങ്ങൾക്കിടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും വ്യത്യാസമുണ്ട്, അന്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമസ്കാരത്തിൽ മുഖം തിരിക്കുന്നവർ അല്ലാഹു അവന്റെ മുഖത്തെ കഴുതയുടെ മുഖമാക്കി മാറ്റിക്കളയുന്നത് നിങ്ങൾ ഭയപ്പെടുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. റുകൂവിനും സുജൂദിനും ഇടയിൽ മുതുക് ശരിയാക്കാത്തവരെ അന്ത്യദിനത്തിൽ അല്ലാഹു ശ്രദ്ധിക്കുകയില്ല എന്ന് വേറൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. വല്ലവരും നമസ്കാരം കൃത്യസമയത്ത് അനുഷ്ഠിക്കുകയും അതിലെ പൂർണ്ണമായി എടുക്കുകയും റുകൂവും സുജൂദും ക്രമപ്രകാരം ചെയ്യുകയും ഭയഭക്തി ഖുശൂഅ് നിലനിർത്തുകയും ചെയ്യുന്ന പക്ഷം ആ നമസ്കാരം വെള്ളശോഭ വിതറിക്കൊണ്ട് നാളെ ആകാശത്തിൽ കയറി പോകുമെന്നാണ്. നീ എന്നെ സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെയും സംരക്ഷിക്കട്ടെ എന്ന് നമസ്കാരം പറയുന്നുണ്ടാവും. എന്നാൽ പൂർണ്ണമായി നിർവഹിക്കാതെയും റുകൂഉം സുജൂദും ക്രമപ്രകാരം പൂർത്തിയാക്കാതെയും ഭയഭക്തി ഇല്ലാതെയും ഒരാൾ സമയം തെറ്റി നമസ്കരിക്കുകയാണെങ്കിലോ ആ നമസ്കാരം കറുത്തിരണ്ട രൂപത്തിലായിരിക്കും ആകാശത്തിലേക്ക് കയറി പോവുക. നീ എന്നെ പാഴാക്കിയതുപോലെ അല്ലാഹു നിന്നെയും പാഴാകട്ടെ എന്ന് അത് പറയുന്നുണ്ടാവും. അങ്ങനെ അല്ലാഹു ഇച്ഛിക്കുന്ന സ്ഥലത്ത് അത് എത്തിക്കഴിഞ്ഞാൽ പഴയ വസ്ത്രം ചുരുട്ടിക്കൂട്ടുന്ന വിധത്തിൽ ആ നമസ്കാരങ്ങളെയൊക്കെയും ചുരുട്ടിക്കൂട്ടി അവന്റെ മുഖത്തേക്ക് എറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ്
ഒരേപോലെ നമസ്കരിക്കുന്ന രണ്ടാളുടെ നമസ്കാരം ആകാശ ഭൂമികളും തമ്മിലുള്ള അത്രയും വ്യത്യാസമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളുടെ നമസ്കാരം അയാൾ എത്ര തന്നെ നമസ്കരിച്ചാലും അതൊക്കെയും അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ആ മുഖത്ത് ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിൽ فخلف من بعدهم خلف أضاعوا الصلاة وابتغوا الشهوات فخلف من بعدهم خلف അതിനുശേഷം ഒരു കൂട്ടം ആളുകൾ വന്നു. അവര് നമസ്കാരം പാഴാക്കി കളയുകയും അവർ അവരുടെ ആഗ്രഹങ്ങളെ ഇച്ഛകളെ പിന്തുടരുകയും ചെയ്തു. അവരവലംബിച്ച ആ ദുർമാർഗത്തിന്റെ പരിണതി ഫലം റിസൾട്ട് അവർ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു സമുദായത്തിന്റെ നാശം തുടങ്ങുന്നത് അതിന്റെ ആദ്യ ചുവട് എന്ന് പറയുന്നത് നമസ്കാരത്തോടുള്ള ഇത്തരത്തിലുള്ള അഥവാ നമസ്കാരത്തെ പാഴാക്കി കളയുക, അതിന്റെ യഥാവിധത്തിൽ അത് പൂർത്തീകരിക്കാതിരിക്കുക, ഇതോടുകൂടിയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ പറഞ്ഞ ഹദീസുകളിൽ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ചില ആളുകളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയും ചില ആളുകളുടെ നമസ്കാരങ്ങൾ അള്ളാഹു അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. ചില ആളുകളെ അവര് നമസ്കാരം പാഴാക്കിയവരാണ്, നമസ്കരിച്ചിട്ടും അവർ നമസ്കാരം പാഴാക്കിയവരാണ്, അല്ലെങ്കിൽ നമസ്കാരക്കാർക്ക് നാശം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിൽ അതിനുള്ള ഉത്തരം നമുക്ക് നൽകുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, അവര് അവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ മുഅ്മിനൂൻ ആരംഭിക്കുന്നത്. അഥവാ നമസ്കാരം അതിന്റെ യഥാവിധി ഖുശൂവോടുകൂടി നമസ്കരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര നമസ്കരിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാലും, ജുമാഅത്തിൽ കൃത്യമായിട്ട് പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞാലും, അതുപോലെ ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളായാലും, എന്തെല്ലാം നന്മകൾ ചെയ്താലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു വിചാരണ ചെയ്യുമ്പോൾ നമസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മറ്റൊരു കർമ്മവും നമ്മുടെ അടുക്കൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്? നമസ്കാരത്തിൽ ഖുശൂ വരുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നമസ്കരിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ നമസ്കാരം പടച്ചവൻ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കി ഉത്തരം കണ്ടെത്താൻ കഴിയും. കാരണം നമ്മൾ നമസ്കരിക്കുമ്പോൾ ഖുശൂവോട് കൂടിയാണോ നമസ്കരിക്കുന്നത്? ഖുശൂ കൈവരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഖുശൂ വർദ്ധിപ്പിക്കാൻ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് നമസ്കാരത്തെ കുറിച്ചുള്ള നല്ല ഒരു അറിവ് നമുക്ക് വേണം എന്നുള്ളതാണ്. അതായത് നമസ്കാരം ഞാനും എന്റെ റബ്ബുമായി നടത്തുന്ന മുനാജാത്താണ് എന്ന ബോധം നമുക്ക് ഉണ്ടാവും. എന്താണ് മുനാജാത്ത് എന്ന് പറഞ്ഞാല്? അറബിയിൽ നജ്വ എന്ന പദം ഒരാളുടെ തുടയിൽ മുട്ടി അത്രയും ക്ലോസ് ആയിട്ട് നിന്നുകൊണ്ട് നടത്തുന്ന രഹസ്യ സംഭാഷണത്തിൽ പറയുന്ന പേരാണ്. അപ്പൊ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ആ റബ്ബിനോട് നമ്മൾ നടത്തുന്ന കോൺവെർസേഷൻ ആണ്, സംഭാഷണമാണ് നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവം നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു നാട്ടിലെ ഒരു മന്ത്രിയുമായി പേഴ്സണലായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ, നമ്മൾ പ്രത്യേകമായിട്ട് ക്ഷണിച്ചാൽ എന്തൊരു സന്തോഷമായിരിക്കും നമുക്ക് ഉണ്ടാവുക. എത്ര ഒരുങ്ങിക്കൊണ്ടായിരിക്കും നമ്മൾ അതിനുവേണ്ടി പുറപ്പെടുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹുമായിട്ടുള്ള ഈ മുനാജാത്തിന്, അള്ളാഹുമായിട്ടുള്ള ഈ സീക്രട്ട് കോൺവെർസേഷന് നമ്മൾ എത്ര തയ്യാറോടുകൂടി കൂടിയായിരിക്കണം, എന്തൊരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ ആ നമസ്കാരത്തെ സമീപിക്കേണ്ടത്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുന്നുണ്ട്, ഞങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരിക്കാറുണ്ട്, പക്ഷേ നമസ്കാരത്തിന്റെ സമയമായാൽ പിന്നെ ഞങ്ങളുടെ പെരുമാറ്റം പരസ്പരം പരിചയമില്ലാത്തവരെ പോലെയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ നമ്മൾ പുറപ്പെടും. അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഞങ്ങളോട് ഒരു പരിചയമില്ലാത്ത ഒരാളെ പോലെ.
പറയുന്നുണ്ട്, സ്വന്തം ശരീരത്തോടൊപ്പം മനസ്സിനെയും ഹാജരാക്കാത്ത ഒരു നമസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ശരീരം റുക്കുവും സുജൂദും ഖിയാമും ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അതിന്റെ കൂടെ മനസ്സും സുജൂദും റുക്കുവിലും ഏർപ്പെടേണ്ടതുണ്ട് എന്നതാണ്. അങ്ങനെ നിർവഹിക്കുന്ന നമസ്കാരം മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയായ സൈനുൽ ആബിദീനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഓടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരം മഞ്ഞ നിറമാവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കും, എന്താണ് താങ്കൾ ഓടുക്കുമ്പോൾ താങ്കളുടെ ശരീരത്തിന്റെ നിറം മാറുന്നത്? അതിന് അദ്ദേഹം നൽകുന്ന മറുപടി, ഇനി ഞാൻ ആരോടാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയുമോ? ഇനി ആരുമായിട്ടാണ് ഞാൻ സംഭാഷണത്തിൽ ഏർപ്പെടാൻ പോകുന്നതെന്ന് നിനക്കറിയോ എന്നായിരുന്നു സൈനുൽ ആബിദീൻ ചോദിച്ചിരുന്നത്. സഈദ് തനൂഖി എന്ന് പറയുന്ന താബി പണ്ഡിതൻ അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം നമസ്കരിക്കുന്ന സമയത്ത് കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കവിളുകളിൽ നിന്ന് താടിയിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണുനീർ തുടർച്ചയായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു എന്നാണ്. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹുവിനെ ഇമാമത്ത് നിർത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുന്നുണ്ട്, പ്രവാചകരെ താങ്കൾ അത് ചെയ്യരുത്. കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം നമസ്കരിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അദ്ദേഹം കരച്ചു നിർത്തൂല. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അലി റളിയല്ലാഹു അൻഹു നൽകുന്ന മറ്റൊരു പേര് എന്ന് പറഞ്ഞാൽ മക്ക എന്നാണ്, നന്നായിട്ട് കരയുന്നവൻ എന്നാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തെ ഇമാമ നിർത്തരുതെന്ന് സ്വന്തം മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ഇബ്നു യസാർ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം നമസ്കരിക്കാൻ ഉദ്ദേശിച്ച കുടുംബത്തോട് പറയും, നിങ്ങൾ സംസാരിച്ചോളൂ, പക്ഷെ ഞാൻ കേൾക്കൂല. നിങ്ങൾ എത്ര തന്നെ സംസാരിച്ചാലും നമസ്കരിക്കുന്ന സമയത്ത് എനിക്കൊന്നും കേൾക്കാൻ കഴിയില്ല. ഇതേ വ്യക്തി ബസ്രയിലെ ജുമാ മസ്ജിദിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പള്ളിയുടെ ഒരു ഭാഗം പൊളിയുന്നുണ്ട്, തകർന്നു വീഴുന്നുണ്ട്. ചുറ്റിനുണ്ടായിരുന്ന ആളുകളൊക്കെ അവിടേക്ക് ഓടിയെടുക്കുന്നുണ്ട്. പക്ഷെ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ മുസ്ലിം ഇബ്നു യസാർ അത് അറിയുന്നില്ല. അദ്ദേഹം നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോഴാണ് പള്ളിയുടെ ഒരു ഭാഗം പൊളിഞ്ഞു ചാടിയതൊക്കെ അദ്ദേഹം അറിയുന്നത്. അതുപോലെ തന്നെ ഒരിക്കൽ അലി റളിയല്ലാഹു നമസ്കാര സമയമായപ്പോ ആകെ വിറക്കുകയാണ്. അങ്ങനെ വിറ ബാധിച്ച് മുഖം വിവർണമായി. ഇത് ശ്രദ്ധിച്ച ഒരാൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ഇത് എന്ത് പറ്റിയെന്ന്. അമീറുൽ മുഅ്മിനീൻ, താങ്കൾക്ക് ഇത് എന്ത് പറ്റി? അലി റളിയല്ലാഹു അതിന് നൽകുന്ന മറുപടി, അമാനത്തിന്റെ സമയം ആസന്നമായി. അമാനത്തിന്റെ സമയം ആസന്നമായി. ആകാശഭൂമികളുടെയും പർവ്വതങ്ങളുടെയും മുമ്പിൽ അല്ലാഹു അമാനത്ത് അവതരിപ്പിച്ചപ്പോ അവർക്ക് ഭയത്തോടുകൂടി അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. പക്ഷെ ഞാൻ അത് ഏറ്റെടുത്തവനാണ്. അതുകൊണ്ട് ആ അമാനത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. ആ അമാനത്തിനെ കുറിച്ച് വിചാരണ ചെയ്യുന്ന അവസരത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. നമ്മളൊക്കെയും ഈ അമാനത്ത് വീണ്ടും വീണ്ടും ഓരോ നമസ്കാരത്തിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞുകൊണ്ട് പുതുക്കുന്നവരാണ്. പക്ഷെ നമുക്ക് ഈ ബോധം വരാതെട്ടോ എന്ന് നമ്മൾ അറിയിക്കണം. നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവണമെങ്കിൽ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമസ്കാരത്തിൽ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. ഹൃദയത്തിലേക്ക് നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. എങ്കിലേ ഖുശൂവോടുകൂടി നമസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ നമസ്കാരവും എത്രത്തോളം ഖുശൂവോടുകൂടിയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു പ്രവാചകന്റെ നമസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ദയവ് ചെയ്ത് അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞത്. ആ ഹദീസിന്റെ അവസാനം ആയിഷ റളിയല്ലാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? പല നമസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത് വറുത്ത എണ്ണ ഒഴിച്ച് വറുക്കുന്ന ചട്ടിയിൽ ശബ്ദമുണ്ടാകുന്നത് പോലെ അദ്ദേഹത്തിന്റെ കരച്ചിൽ, അല്ലെങ്കിൽ അദ്ദേഹം നമസ്കാരത്തിൽ ഇങ്ങനെ കരയുന്നത് പുറത്തേക്ക് കേൾക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കരുത് എന്ന് ആയിഷ റളിയല്ലാഹു പറയുന്നത് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നമസ്കാരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ആയത്താണ്. ഇതേ ആയത്ത് 20 തവണ ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഓതി അതിനെ കുറിച്ച് ചിന്തിക്കുകയും എന്നിട്ട് ആ ആയത്തിൽ മാത്രം 20 തവണ അത് റിപ്പീറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരിക്കൽ ഒരു രാത്രി മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നമസ്കരിക്കുന്നത് സൂറത്തു യാസീനിലെ ഒരു ആയത്ത് ആവർത്തിച്ചുകൊണ്ടാണ്. വംതാസൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഇന്നേ ദിവസം കുറ്റവാളികളെ നിങ്ങളൊന്ന് മാറി നിൽക്കുക എന്ന് പറയുന്ന, പരലോകത്ത് കുറ്റവാളികളെയും സ്വർഗ്ഗക്കാരെയും അല്ലാഹു മാറ്റി നിർത്തുന്ന, വേർതിരിക്കുന്ന ആ ഒരു സന്ദർഭത്തെ കുറിച്ച് പരാമർശിക്കുന്ന സൂറത്തുൽ യാസീനിലെ ഒരു ആയത്ത് ആവർത്തിച്ച് ഓതിക്കൊണ്ടാണ് ഒരു രാത്രി മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത്. മറ്റൊരിക്കൽ സൂറത്തുൽ മാഇദയിലെ ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകൾ മാത്രമാണ്. വഇൻ തഅഫിറു ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, ഇനി നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ തീർച്ചയായും നീ പ്രതാപിയും വിജ്ഞാനമാണല്ലോ എന്ന ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി മുഴുവൻ ആവർത്തിച്ച് ഓതുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹം ഇശാ നമസ്കാരം നമസ്കരിച്ച് അങ്ങനെ മറ്റുള്ളവരൊക്കെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം സുബഹിക്ക് ആദ്യം വന്ന മനുഷ്യൻ ഇമാം അബൂ ഹനീഫ അദ്ദേഹം തലേ ദിവസം നമസ്കരിച്ചുകൊണ്ട് എവിടെയാണോ ഇരുന്നത് അതേ സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ല താങ്കൾ വീട്ടിൽ പോയില്ലേ, താങ്കൾക്ക് ഇതെന്ത് പറ്റിയെന്ന്. ആ സമയത്ത് ഇമാം അബൂ ഹനീഫ അതിന് നൽകുന്ന മറുപടി, ഇന്നലെ ഇശാ നമസ്കാരത്തിൽ നമ്മൾ ഓതിയ സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ സിൽസാൽ, ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു പോയി. അങ്ങനെ നേരം വെളുത്തത് സുബഹിന്റെ സമയമായത് ഞാൻ അറിഞ്ഞില്ല എന്നാണ്. പ്രിയമുള്ളവരെ, നമസ്കാരത്തിൽ ഓതുന്ന വാക്കുകൾ മാത്രമല്ല, നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങേണ്ടതുണ്ട്. നമസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് ഖിയാം, നൃത്തം എന്ന് പറയുന്നത്. ഓരോ നൃത്തത്തിലും നാളെ ഇതുപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ ഓരോ മനുഷ്യനും നിർത്തപ്പെടുമല്ലോ. ആ സമയത്ത് അള്ളാഹുവിന്റെ സംരക്ഷണം എനിക്ക് കിട്ടുമോ എന്ന ഒരു പേടി അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൂടെ പോകേണ്ടതുണ്ട്. കാരണം ഇതുപോലൊരു നൃത്തം നാളെ അള്ളാഹുവിന്റെ പരലോകത്തിൽ വെച്ചുകൊണ്ട് മഹ്ശറിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടതാണ്. ആ സമയത്ത് ചില ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ നൽകുകയുള്ളൂ. ആ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പഠിച്ചവനെ എന്നെ നീ ഉൾപ്പെടുത്തുമോ, എനിക്കത് ഉൾപ്പെടാൻ സാധിക്കുമോ എന്ന് നമസ്കാരത്തിൽ നിൽക്കുന്ന ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ റുക്കൂഅ്, പ്രപഞ്ചം മുഴുവൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ റുക്കൂയിൽ ഏർപ്പെടുന്ന ഒരു രംഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇന്ന് ഖുശൂഅോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ റുക്കൂ ചെയ്ത ഒരു മനുഷ്യന് മാത്രമേ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രപഞ്ചം മുഴുവൻ റുക്കൂ ചെയ്യുന്ന സമയത്ത് റുക്കൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓരോ റുക്കൂവിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സുജൂദ്, ഒരു മനുഷ്യൻ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ് സുജൂദ് എന്ന് പറയുന്നത്. ആ സുജൂദിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സുജൂദ് ഇവിടെ പ്രയാസത്തോടു കൂടി ചെയ്യുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും പല പല അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. ആ സമയത്താണ് നമ്മൾ അള്ളാഹുവിന്റെ ആരോഗ്യം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹമായ ആരോഗ്യം കൊണ്ട് അള്ളാഹുവിന്റെ സുജൂദ് അർപ്പിക്കുന്നത്. ഈ സുജൂദിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ സുജൂദ് ചെയ്ത് മരവിച്ചു പോകുന്ന നെറ്റി നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ കുളിരി കൊണ്ട് അള്ളാഹു ചേർത്ത് വെക്കാനാണ് ഈ സുജൂദിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ കർമ്മങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങേണ്ടതുണ്ട്. അവസാനമായി ഖുശൂ വർദ്ധിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത്, ഇത് എന്റെ അവസാനത്തെ നമസ്കാരമാണ്, എന്റെ രീതിയിൽ നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ സ്വലാത്തുൽ മുഹദ്യ, നിങ്ങളുടെ നമസ്കാരം ഒരു വിട വാങ്ങിപ്പോകുന്ന, ദുനിയാവിനോട് വിട പറഞ്ഞു പോകുന്ന, മരണപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ നമസ്കാരം നിങ്ങൾ നമസ്കരിക്കണം. അത് നിങ്ങളുടെ ഖുശൂ വർദ്ധിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഹാക്കിം അൽ അസ്വം എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനമുണ്ട്. നമസ്കാര സമയമായ ഞാൻ വുദു ചെയ്ത് നമസ്കാര സ്ഥലത്തേക്ക് പോകും. അവയവങ്ങളെല്ലാം ശാന്തമാകുന്നത് വരെ ഞാൻ അവിടെ ഇരിക്കും. പിന്നീട് ഞാൻ നമസ്കരിക്കുവാനായി എഴുന്നേൽക്കും. കഅബ എന്റെ രണ്ട് കൺപീലികൾക്കിടയിൽ, അഥവാ എന്റെ രണ്ട് കണ്ണുകൊണ്ടും കഅബ ഞാൻ കാണും. എന്റെ കൺപുരികൾക്കിടയിൽ കഅബയെ ഞാൻ ദർശിക്കും. സിറാത്ത് പാലം എന്റെ പാദങ്ങൾക്കിടയിലും
സ്വർഗം എന്റെ വലതുവശത്തും നരകം എന്റെ ഇടതുവശത്തും ഉണ്ടാകും. മരണത്തിന്റെ മാലാഖയായ അസ്രായീൽ എന്റെ പിന്നിലും ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ നമസ്കാരത്തിന് നിൽക്കുക. അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് എന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ എന്ന ചിന്തയോടുകൂടിയായിരിക്കും ഞാൻ നമസ്കരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ നമസ്കരിക്കുന്നവരാണ്. ഓരോ നമസ്കാരത്തിലും എന്തെന്ത് ചിന്തകളോട് കൂടിയാണ് നമ്മൾ നമസ്കരിക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മുടെ റുക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ റുക്കൂ ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടുമോ, ആ രീതിയിലുള്ള റുക്കൂവായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്റെ റബ്ബുമായിട്ടുള്ള കണക്ഷൻ ഏറ്റവും കൂടുതൽ എനിക്ക് ലഭിക്കുന്ന, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ തുറന്നു പറയാനുള്ള അവസരമാണ്, അതിനുള്ള സൗഭാഗ്യമാണ് സുജൂദിലൂടെ എന്റെ റബ്ബ് എനിക്ക് നൽകിയത്. ആ സുജൂദ് ഞാൻ ഭംഗിയോടുകൂടി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം എന്ന് പറയുന്നത് സമയത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നമസ്കാരങ്ങൾ ഏത് സമയങ്ങളിലാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. എന്നിട്ട് ഈ പറഞ്ഞ വിജയിക്കുന്ന സത്യവിശ്വാസികൾ അവരവരുടെ നമസ്കാരത്തിൽ ഖുശൂഉള്ളവരായിരുന്നു. ആ കൂട്ടം ആളുകളുടെ കൂട്ടത്തിലാണോ നമ്മൾ പെടുക? അതല്ല, ഞാൻ ആദ്യം ബോധിപ്പിച്ച ഒരു സമൂഹം വരും, കുറച്ച് ആളുകൾ വരും, പിന്നീട് കുറച്ച് ആളുകൾ വരും, അവര് നമസ്കാരം പാഴാക്കി കളയും. തീർച്ചയായും അവരവലംബിച്ച ആ ദുർമാർഗത്തിന്റെ ഫലം അവരനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു താക്കീത് നൽകിയ ആ വിഭാഗത്തിലാണോ ഞാൻ നിങ്ങൾ പെടുക എന്ന് ചിന്തിക്കുക. അള്ളാഹു തആല വിജയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ